Hi children, how are you? I hope you all are fine. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റത്തെ പാഠഭാഗം. എന്താണ് അതിൻ്റെ പേര്? കാസ്കറ്റ്സ് ഓഫ് ലൈഫ്. എന്താ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ചെപ്പുകൾ. അപ്പോൾ ഇവിടെ നല്ല മനോഹരിയായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടല്ലോ. എന്താ അവൾ പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. So painful at the bite of such a small insect. എന്താ പറയുന്നത്? ചെറിയൊരു പ്രാണി കടിച്ചപ്പോൾ ഇത്രയും വേദനയോ? അയ്യോ, ആ കുട്ടിയെ ഏതോ ഒരു പ്രാണി കടിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ റീസൺ ആയിരിക്കാം അല്ലേ ആ കുട്ടിയുടെ സംശയം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ വ്യത്യസ്ത തരത്തിലുള്ള ജീവനുകളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നമ്മുടെ ഈ ഒരു ക്ലാസ് മനോഹരമാണെങ്കിൽ വീഡിയോ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പാഠഭാഗം നോക്കാം. മിന്നു വാസ് വാക്കിംഗ് അലോങ് ദി ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ഹൗസ് ഹമ്മിങ് എ ട്യൂൺ. അറ്റ് once something pricked her. It's so painful. She was surprised when she saw a little black insect on her hand. How tiny the creature is. എന്താണ് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആ കുട്ടിയുടെ പേരെന്താണ്? മിന്നു എന്നാണ് ആ കുട്ടിയുടെ പേര്. വീടിൻ്റെ മുന്നിലുള്ള മനോഹരമായ പൂന്തോട്ടത്തിലൂടെ മൂളിപ്പാട്ടും പാടി നടക്കുകയായിരുന്നു മിന്നു. പെട്ടെന്ന് എന്തോ കയ്യിൽ കുത്തി. എന്തൊരു വേദന! തൻ്റെ കയ്യിൽ കറുത്ത നിറത്തിലുള്ള ചെറുപ്രാണിയെ കണ്ടപ്പോൾ മിന്നുവിന് അത്ഭുതം. എത്ര ചെറിയ ജീവി! Even smaller than an ant. ഉറുമ്പിലും ചെറുതോ? There are so many kinds of plants and animals around us. Big, small, of different colors, shapes and so on. Try to write down the organisms given below in the order of their size. Let the biggest be the first. എന്താ പറയുന്നത് ഇവിടെ? വൈവിധ്യമാർന്ന എന്തെല്ലാം സസ്യങ്ങളും ജന്തുക്കളുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. വലിയവ, ചെറിയവ, വിവിധ നിറങ്ങളിലുള്ളവ, വ്യത്യസ്ത ആകൃതിയിലുള്ളവ. താഴെ കൊടുത്ത ജീവികളെ വലുപ്പക്രമത്തിൽ ഒന്നെഴുതി നോക്കൂ. ആദ്യം വലിയ ജീവി തന്നെയാവട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ജീവികൾ ഏതൊക്കെയാണ്? ഗോട്ട്, എലഫന്റ്, ക്യാമൽ ആൻഡ് ഹോഴ്സ്. അപ്പോൾ ഇതിലേതാ ഏറ്റവും ചെറുതേതാ? ആൻഡ്. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളതാണ്. പിന്നെ ആരാണ്? ഗോട്ട്. പിന്നെയോ ഹോഴ്സ്. പിന്നെ ഏതാ? ക്യാമൽ. ദെൻ ദ ബിഗ്ഗസ്റ്റ് വൺ ഈസ് എലഫന്റ് അല്ലേ? ഏറ്റവും വലുത് ഏതാണ്? നമ്മളുടെ ആന. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്, നോക്കാം. ഈസ് ആൻഡ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ ഓൺ ലാൻഡ്. ഏറ്റവും ചെറിയ ജീവി ഉറുമ്പാണോ? നമ്മളുടെ കരയിലെ ഏറ്റവും ചെറിയ ജീവി ഉറുമ്പാണോ? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ യു ഹാവ് സീൻ. ഇത് ഏറ്റവും അല്ലേ, അതായത് നിങ്ങൾ കണ്ട ഏറ്റവും ചെറിയ ജീവി ഏതാണ്? അതർ ഓർഗാനിസം സ്മോളർ ദാൻ ദിസ്. ഇതിലും ചെറിയ ജീവികളുണ്ടോ? എന്തൊക്കെയാ? Won't there be even smaller organisms in water and air too? How can we see minute organisms? Shall we use hand lens to see these minute organisms? എന്താ ചോദിക്കുന്നത്? വെള്ളത്തിലും വായുവിലും ഒക്കെ ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ? വളരെ ചെറിയ ജീവികളെ എങ്ങനെ കാണാം? ചെറിയ ജീവികളെ വലുതായി കാണാൻ നമുക്കൊരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചാലോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഏറ്റവും ചെറിയ ഉറുമ്പാണോ ഏറ്റവും ചെറിയ ജീവി? അല്ല, ഉറുമ്പ് കഴിഞ്ഞ് ഇതിൽ നമുക്ക് കാണാൻ പറ്റാത്ത, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ജീവികൾ എന്തുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അതായത് എന്തൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ് അല്ലേ? ഇതൊക്കെ എന്താണ്? ഏറ്റവും ചെറിയ ജീവികളാണ്. അപ്പോൾ ഇവയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണോ? അല്ല. ഇത് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? നമുക്ക് മൈക്രോസ്കോപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെയുള്ള ജീവികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ? അമീബ, ബാക്ടീരിയ, വൈറസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മൈക്രോസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ മൈക്രോസ്കോപ്പ്? നോക്കാം. Microorganisms that cannot be seen by the naked eye can be observed through the microscope. എന്താ പറയുന്നത്? നമുക്ക് അല്ലേ, അതായത് ഒന്നും നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ വേണ്ടി കഴിയും. How small? എത്ര ചെറുത്? Try and do this experiment. ഈ പരീക്ഷണം ചെയ്തു നോക്കൂ.
അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുള്ളത്? മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, ഹെയർ സോക്ട്, വാട്ടർ. അപ്പോൾ ഇവിടെ വൈൽ കളക്ടിങ് വാട്ടർ സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നിട്ടുണ്ട്. ജലം എങ്ങനെ ശേഖരിക്കാം? The following things may be adopted. Collect water in which hay has decayed from harvested fields. Collect the remaining water from canals, pond, etc. which have started drying up. Take a handful of hay, cut into pieces and boil it in water. Drain the water and cool it. Mix this water with a spoonful of water collected from a stagnated water bed. ഒബ്സർവ് ഇറ്റ് ആഫ്റ്റർ 3 days. എന്താ പറഞ്ഞിട്ടുള്ളത്? നിരീക്ഷണത്തിനായി ജലം ശേഖരിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൊയ്ത്തു കഴിഞ്ഞ പാടത്തു നിന്ന് വൈക്കോൽ, ചീന ജലം ശേഖരിക്കാം. തോട്, കുളം എന്നിവ വറ്റി തുടങ്ങുമ്പോൾ അവശേഷിക്കുന്ന ജലവും അനുയോജ്യമാണ്. ഒരു പിടി വൈക്കോലെടുത്ത് ചെറു കഷണങ്ങളാക്കി വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ജലം ഊറ്റിയെടുത്ത് തണുപ്പിക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു സ്പൂൺ മലിനജലം ശേഖരിച്ച് ഇതിൽ ചേർത്ത 3 ദിവസത്തിനു ശേഷം നിരീക്ഷിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ടേക്ക് എ ഡ്രോപ്പ് ഓഫ് hair soaked water on a slide. Place the cover glass and then observe it through the microscope. എന്താ പറയുന്നത്? മുൻകൂട്ടി തയ്യാറാക്കിയ ജലസാമ്പിളിൽ നിന്ന് ഒരു ചെറിയ തുള്ളി ജലം സ്ലൈഡിൽ എടുക്കുക. കവർ ഗ്ലാസ് വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. What can be seen now? Don't you see tiny organisms moving in it? Draw them in your science diary. Could you observe any of the organisms given below? എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്? എന്തെല്ലാം കാണുന്നുണ്ട്? ചലിക്കുന്ന ചെറിയ ജീവികളെ കാണുന്നില്ലേ? ഇവയുടെ രൂപം ശാസ്ത്രപുസ്തകത്തിൽ വരയ്ക്കൂ. താഴെ കൊടുത്ത ചിത്രത്തിലെ ഏതെങ്കിലും ജീവികളെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞോ? ഇവിടെ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ജീവികളെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്? അമീബ, പാരാമീസിയം, യൂഗ്ലീന. Okay, haven't you learned about bacteria, virus, etc. earlier? These are also microorganisms. Organisms that cannot be seen by the naked eye are microorganisms. വൈറസ്, ബാക്ടീരിയ എന്നിവയെക്കുറിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. അവയെപ്പോലെ ഈ ജീവികളും സൂക്ഷ്മജീവികളാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. എന്താണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്ന ജീവിയല്ല അല്ലേ? എന്താണ് മൈക്രോ ഓർഗാനിസംസ്? മൈക്രോസ്കോപ്പ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരിക്കലും കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ബേസിസ് ഓഫ് ലൈഫ്, ജീവന്റെ നിർമ്മിതി. ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ടേക്സ് പ്ലേസ് ഇൻ മൈക്രോ ഓർഗാനിസംസ് ടു. വാട്ട് ആർ their ബോഡീസ് മെയ്ഡ് ഓഫ്? ഫൈൻഡ് ഔട്ട് യൂസിങ് ദ ഗിവൻ ഡിസ്ക്രിപ്ഷൻ. ഈ സൂക്ഷ്മജീവികളിലും ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇവയുടെ ശരീരം നിർമ്മിച്ചത് എന്തുകൊണ്ടായിരിക്കാം? വായനക്കുറിപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് തന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. ടൈനി യൂണിറ്റ്സ് ഓഫ് ദി ബോഡി, ജീവശരീരത്തിലെ ചെറുഘടകങ്ങൾ. എന്താണ് ടൈനി യൂണിറ്റ്സ് ഓഫ് ദി ബോഡി? ദ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്മോൾ യൂണിറ്റ്സ്. ഈവൻ ദ ബോഡി ഓഫ് ദ ടൈനി ആൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തൗസൻഡ്സ് ഓഫ് സച്ച് സ്മോൾ യൂണിറ്റ്സ്. എന്താ പറയുന്നത്? ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങളാൽ നിർമ്മിതമാണ്. These small units of the body are called cells. There are organisms with only one cell. They are unicellular organisms. എന്താ പറയുന്നത്? ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെ സെൽസ് എന്ന് പറയുന്നു. ഒരു സെൽസ് മാത്രമുള്ള ജീവികളുമുണ്ട്. ഇവയാണ് എന്താ പറയുന്നത്? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് പറയുന്നത്. അതായത് ഒരുപാട് സെൽസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ശരീരഘടനയുള്ള ജീവികളുമുണ്ട്, ഒരൊറ്റ സെൽസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ജീവികളുമുണ്ട് അല്ലേ? അപ്പോൾ ഒറ്റ സെൽസ് വെച്ച് ഉണ്ടാക്കിയ ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ? അമീബ, പാരാമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ എക്സെട്ര ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അമീബ, പാരാമീസിയം, യൂഗ്ലീന, ബാക്ടീരിയയൊക്കെ എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതായത് ഒരു സെല്ല് വെച്ചിട്ട് മാത്രമാണ് അവ ഉണ്ടാക്കിയിട്ടുള്ളത്.
Organisms with more than one cell in their body are multicellular organisms. എന്താണ് ആ ഒരു ഓർഗാനിസത്തെ ഒരുപാട് സെൽസ് വെച്ചിട്ടാണ് ആ ഒരു ശരീരത്തെ ഉണ്ടാക്കിയതെങ്കിൽ അതിനെന്താ നമ്മൾ പറയാറ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. എന്താണ്? ആനിമൽസും അതേപോലെ പ്ലാന്റ്സും ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ എന്താണ്? നമ്മുടെ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. What you observe through the microscope are unicellular organisms. Why is it that these unicellular organisms are invisibly small while the ant is larger than them? എന്താ പറയുന്നത്? ഈ ജീവികളുടെ ശരീരം കാണാൻ കഴിയാത്ത വിധം ചെറുതായിരിക്കാനും ഉറുമ്പിന്റെ ശരീരം കുറെ കൂടി വലുതായിരിക്കാനും എന്തായിരിക്കും കാരണം? Do cells grow up with the child? Note down your guess. എന്താ പറയുന്നത്? കുട്ടി വളർന്നു വലുതാകുമ്പോൾ കോശങ്ങൾ വലുതാകുന്നുണ്ടോ? നിങ്ങളുടെ ഊഹം എഴുതൂ. Let us observe the cells of two persons of different age groups to find this. ഇത് കണ്ടെത്താനായി നമുക്ക് വ്യത്യസ്ത പ്രായത്തിലുള്ള രണ്ട് ആണുങ്ങളുടെ കോശങ്ങൾ നിരീക്ഷിക്കാം. Materials required: microscope, slide, pure water, methylene blue stain, 2 new toothbrushes and cover glass. എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്? മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, പിന്നെന്താ വെള്ളം അല്ലേ, ശുദ്ധമായ വെള്ളം, മെഥലിൻ ബ്ലൂ സ്റ്റെയിൻ, പിന്നെ 2 പുതിയ ടൂത്ത് ബ്രഷ്, പിന്നെന്താ വേണ്ടത്? നമ്മുടെ കവർ ഗ്ലാസ്. ഓക്കെ, ഇനി എന്താ ചെയ്യുക? ഒബ്സർവ് ദ ചീക്ക് സെൽസ് ഓഫ് ദ ചൈൽഡ് and those of a teacher through a microscope. Are these cells the same as the figure shown below? എന്താ പറയുന്നത്? ഒരു കുട്ടിയുടെയും അധ്യാപകന്റെയും കവിളിലെ കോശങ്ങൾ അല്ലേ, അതായത് സെൽസ് ശ്രദ്ധാപൂർവം എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. മൈക്രോസ്കോപ്പിലൂടെ കണ്ട ചിത്രങ്ങൾ താഴെ കാണും വിധമാണോ എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെടുത്ത്. അപ്പം മെത്തേഡ് ഓഫ് കളക്ടിങ് ചീക്ക് സെൽസ്. അപ്പോൾ എങ്ങനെയാണ് ചീക്ക് സെൽസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്? വാഷ് ദ മൗത്ത് ത്രൂലി വിത്ത് ക്ലീൻ വാട്ടർ അല്ലേ, thoroughly with clean water. Scrape the internal surface of the cheek using a new toothbrush. Place the cheek scrap in the drop of water on the slide. Spread this and add a drop of stain. Cover it with the cover glass and observe the slide through the microscope. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക. ഒരു പുതിയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കവിളിൻ്റെ ഉൾവശം ചുരണ്ടുക. ബ്രഷിൻ പറ്റിയിരിക്കുന്ന കവിൾ ചർമ്മത്തിൽ അംശങ്ങൾ അല്ലേ, അതായത് നമ്മുടെ ആ സെൽസ് സ്ലൈഡിൽ എന്ത് ചെയ്യുക? സ്ലൈഡിൻ്റെ നടുക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിലോട്ട് എന്ത് ചെയ്യുക? അത് മാറ്റുക. ഇത് അല്പം പരത്തി ഒരു തുള്ളി സ്റ്റെയിൻ ചേർക്കുക. നമ്മളുടെ ഏത് സ്റ്റെയിനാണ്? നമ്മളുടെ മെഥലിൻ ബ്ലൂ സ്റ്റെയിൻ ചേർക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്ലൈഡ് എന്ത് ചെയ്യുക? മൈക്രോസ്കോപ്പിൽ വെച്ച് നമുക്ക് നിരീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ ആ ഒരു എക്സ്പെരിമെൻറ്റ്. ഡു യു നോട്ടീസ് എനി ഡിഫറൻസ് ഇൻ ദി സൈസ് ഓഫ് ദി ചീക്ക് സെൽസ് ഓഫ് ദ ചൈൽഡ് ആൻഡ് ദി അഡൽട്ട്? കമ്പയർ യുവർ ഫൈൻഡിങ്സ് വിത്ത് ദ ഗസ് യു മെയ്ഡ്. കുട്ടിയുടെയും മുതിർന്ന ആളുടെയും കവിളിലെ കോശങ്ങളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടോ? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഊഹവുമായി താരതമ്യം ചെയ്യൂ. How does the body grow without bringing about any change in the size of the cells? കോശങ്ങളുടെ വലുപ്പം വ്യത്യാസപ്പെടാതെ എങ്ങനെയാണ് ശരീരം വലുതാവുന്നത്? Observe the picture and draw your inference. എന്താ പറയുന്നത്? ചിത്രം നിരീക്ഷിച്ച് നിഗമനങ്ങൾ രൂപീകരിക്കൂ. Do we use big bricks for building big houses and small one for small houses? What is the reason for the difference in the size of the houses? വലിയ വീട് നിർമ്മിക്കാൻ വലിയ ഇഷ്ടികയും ചെറിയ വീട് നിർമ്മിക്കാൻ ചെറിയ ഇഷ്ടികയുമാണോ നാം ഉപയോഗിക്കുന്നത്? എങ്കിൽ വീടുകളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്തായിരിക്കും? Based on this, find out the reason for the difference in the size of organisms. Write it down in your science diary. എന്താ പറയുന്നത്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. അതായത് അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ ചെറിയ വീട് നിർമ്മിക്കാനും വലിയ വീട് നിർമ്മിക്കാനും ഒരേ തരത്തിലുള്ള ഇഷ്ടിക കല്ലുകളാണ് ഉപയോഗിക്കുക അല്ലേ, അല്ലാതെ സൈസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതുപോലെ തന്നെയാണ് നമ്മളുടെ സെൽസിൻ്റെ കാര്യവും. ഓക്കെ, ചെറിയ ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും അവരുടെ സെൽസ് എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. ഹൗ മെനി സെൽസ്? എത്ര
cells ആണുള്ളത്. It is said that there are millions of cells in the human body. If so, how large would be the number of cells in the body of an elephant? എന്താണ്? മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി കോശങ്ങളുണ്ടത്രേ. അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്രമാത്രം കോശങ്ങളുണ്ടായിരിക്കും? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. എന്താണ്? പലതരം cells. Is the shape of all the cells in a human body the same as that of cheek cells? Try to do this activity. മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും ആകൃതി കവിളിലെ കോശങ്ങളുടേതു പോലെയാണോ? ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ. Take the slide of blood cells from the school lab and observe it through a microscope. Is the shape of these cells similar to the cheek cells which we observed earlier? സ്കൂൾ ലാബിൽ നിന്ന് രക്തകോശത്തിലെ സ്ലൈഡ് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. നേരത്തെ നിരീക്ഷിച്ച കവിളിലെ കോശങ്ങളുടെ ആകൃതി തന്നെയാണോ ഈ കോശങ്ങൾക്കുമുള്ളത്? ഐഡന്റിഫൈ ദ സെൽസ് ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ചുവടെ കൊടുത്ത ചിത്രങ്ങൾ ഏത് കോശങ്ങളുടേതാണെന്ന് കണ്ടെത്തി എഴുതൂ. There are different types of cells in the human body. മനുഷ്യ ശരീരത്തിൽ പലതരം സെൽസ് ഉണ്ട്. There are different types of cells like these in multicellular organisms. എന്താണ് multicellular organisms? ഇതുപോലെ വിവിധതരം സെൽസ് ആണ്. സെൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അവിടെ തന്നിട്ടുള്ളത്? മസിൽ സെൽസും ന്യൂറോണും. Inside the cell. Now we have learned about different kinds of cells. There are certain common components in all cells. Examine the figure of the animal cell and note down the parts of the cell in your science diary. നമ്മളുടെ സെൽസ് വൈവിധ്യം നാം മനസ്സിലാക്കിയല്ലോ. എല്ലാ കോശങ്ങളിലും പൊതുവായ ചില ഘടകങ്ങളുണ്ട് അല്ലേ? അതായത് എല്ലാ സെൽസിലും എന്തുണ്ട്? ഒരുപോലെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ എന്തിനെ കുറിച്ചിട്ടുള്ളതാ പറഞ്ഞിട്ടുള്ളത് ഇവിടെ? ഒരു ആനിമൽ സെല്ല് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആ ആനിമൽ സെൽസ് നമ്മളെടുത്ത് പരിശോധിച്ചിട്ട് ആ സെൽസിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മളുടെ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാ? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ആ ഒരു സെൽസിൽ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ. Nucleus, cytoplasm, cell membrane, etc. are some of the important parts of a cell. ഒരു സെല്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം ആൻഡ് സെൽ മെംബ്രെയിൻ. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദി സെൽ. സെൽ മെംബ്രെയിൻ ഈസ് ദ കവറിങ് ഓഫ് ദി സെൽ. അതായത് നമ്മുടെ ആ ഒരു സെല്ലിൻ്റെ ഏറ്റവും സെൻറ്റർ പാർട്ടാണ് എന്ത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നമ്മൾ സെല്ലിനെ ഒന്ന് കവർ ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്ത്? നമ്മളുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ദ മെട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഈസ് ദി സൈറ്റോപ്ലാസം. എന്താ പറയുന്നത്? നമ്മുടെ ആ ഒരു സെല്ലിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ പദാർത്ഥമാണ് എന്ത്? നമ്മളുടെ ഏതെന്ന് പറയുന്നത്? അതായത് ഒരു മെട്രിക്സിൽ ഇൻസൈഡായിട്ട് നമ്മളെ ഉള്ളിൽ അതിൻ്റെ മെട്രിക്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫില്ല് ചെയ്തിട്ടുള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. Draw the following figures in your science diary and label the parts. ഈ ഫിഗേഴ്സ് നമ്മളെടുത്ത് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? വരച്ച് അതിൻ്റെ സെൽസിനെ രേഖപ്പെടുത്താൻ അല്ലേ? കോശങ്ങളൊക്കെ അതിൻ്റെ പാർട്സ് ഏതാന്നുള്ളത് നമ്മളെടുത്ത് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്? വൈറ്റ് ബ്ലഡ് സെൽ, ചീക്ക് സെൽ. Okay, we have identified that the animal body is made up of cells. Now what about the plant body? നമ്മളുടെ അനിമൽ ബോഡി എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സെൽസ് വെച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ് ബോഡീസ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? പ്ലാന്റ് ബോഡി എന്താണ്? നമ്മളുടെ സസ്യശരീരം. Let us examine a part of a plant body. Observe the onion peel through a microscope. Draw the outline of the shape you have observed in your science diary. Compare it with the figure given below. Okay, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സസ്യഭാഗം നമുക്ക് പരിശോധിക്കാം. ഉള്ളിത്തൊലി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. നിങ്ങൾ നിരീക്ഷിച്ച രൂപം ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കണം. താഴെ നൽകിയിട്ടുള്ള ചിത്രവുമായി താരതമ്യം ചെയ്യൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് സ്ലൈഡ്? എങ്ങനെയാണ് ആ സ്ലൈഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്? റിമൂവ് ദ ഡ്രൈ ഔട്ടർ ലെയർ ഓഫ് ഒനിയൻ, then peel off the thin layer from the fleshy part.
Keep this in water in a watch glass. After staining it, place a small portion on a slide by using a brush. Cover it with cover glass. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തൊലികൾ കളഞ്ഞ ശേഷം മാംസമുള്ള ഭാഗത്തു നിന്ന് അല്ലെ, അതായത് അതിൻ്റെ ഏറ്റവും നല്ല ഭാഗത്തു നിന്ന് നേർത്ത തൊലി ചീന്തിയെടുക്കുക. ഇത് വാച്ച് ഗ്ലാസ്സിലെ ജലത്തിൽ വയ്ക്കുക. സ്റ്റെയിൻ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ? എന്താണ്? സഫ്രാനിൻ. ചെയ്ത ശേഷം ബ്രഷ് കൊണ്ട് ഒരു ചെറിയ ഭാഗം സ്ലൈഡിൽ വെക്കുക. എന്നിട്ടോ കവർ ഗ്ലാസ് കൊണ്ട് മൂടി വെക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിവിടെ താഴെ നമുക്ക് കിട്ടുന്ന ആ ഒരു നിരീക്ഷിച്ചിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ളത് എന്താണോ നമുക്കവിടെ കണ്ടത് അത് നമ്മളുടെ ഇവിടെയുള്ള പിക്ചറുമായിട്ട് താരതമ്യം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ് സെൽസ് ടു. സസ്യകോശങ്ങളിലും വൈവിധ്യം അല്ലേ, നമ്മളുടെ ജീവകോശങ്ങളിൽ, അതായത് നമ്മളുടെ ആനിമൽ സെൽസിൽ മാത്രമല്ല വൈവിധ്യമുള്ളത്, പ്ലാന്റ് സെൽസിലും എന്തുണ്ട്? വൈവിധ്യമുണ്ട്. ഓക്കെ, ഹാവൻ യു ഒബ്സർവ് ഗാർഡ് സെൽസ് ഇൻ യുവർ ലോവർ ക്ലാസ്സസ്? ഡോണ്ട് യു സീ അതർ സെൽസ് ഓൾസോ വിത്ത് ദ ഗാർഡ് സെൽസ് ഇൻ ദ ഗിവൻ ഫിഗർ? Are the guard cells, the other cells in the leaves and the cells in the onion peel same in shape and size? Compare and write the inferences in the science diary. എന്താണ്? മുൻ ക്ലാസ്സിൽ നിങ്ങൾ കാവൽ കോശങ്ങളിൽ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. തന്നിരിക്കുന്ന ചിത്രത്തിൽ കാവൽ കോശങ്ങളോടൊപ്പം വേറെയും കോശങ്ങൾ കാണുന്നില്ലേ? കാവൽ കോശങ്ങൾ, ഇലയിലെ മറ്റു കോശങ്ങൾ, ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ എന്നിവ ആകൃതി, വലുപ്പം എന്നീ കാര്യങ്ങളിൽ ഒരുപോലെയാണോ? താരതമ്യം ചെയ്ത നിങ്ങളുടെ നിഗമനം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെ, are the parts you have elaborated in animal cells seen in plant cells too? Is there any part in a plant cell which is not there in animal cells? എന്താ പറയുന്നത്? നമ്മളുടെ അനിമൽ സെൽസിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ സസ്യ സെൽസിലും എന്തുണ്ട്? നമ്മളെ പ്ലാന്റ് സെൽസിലും ഉണ്ടോ? അതുപോലെ തന്നെ അനിമൽ സെൽസിൽ കാണാത്ത ഏതെങ്കിലും ഭാഗ്യങ്ങൾ നമ്മളുടെ പ്ലാന്റ് സെൽസിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. ഇവിടെ അനിമൽ സെൽസും പ്ലാന്റ് സെൽസും തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ, അതേപോലെ തന്നെ സൈറ്റോപ്ലാസം ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? വാക്യൂൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ പ്ലാന്റ് സെൽസ് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്? സെൽ വാൾ, പിന്നെ എന്താ ഉള്ളത്? ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, കമ്പയർ ദ ഫിഗേഴ്സ് ആൻഡ് കൺസോളിഡേറ്റഡ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദി ടേബിൾ. എന്താ പറഞ്ഞിട്ടുള്ളത്? ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ പട്ടികയിൽ നമ്മളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയാ? സെൽവാളും ക്ലോറോപ്ലാസ്റ്റും മാത്രമാണ് അനിമൽ സെൽസിൽ ഇല്ലാത്തത്. പ്ലാന്റ് സെൽസിൽ എന്തുണ്ട്? അത് ഉണ്ട് അല്ലേ, പ്ലാന്റ് സെല്ലിൽ അത് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റും സെൽവാളും പ്ലാന്റ് സെല്ലിൽ പ്രസന്റ് ആണ്. You have noticed the differences between plant and animal cell. Write down your findings in the science diary. Are the different parts of a plant made up of similar kinds of cells? Take a cross section of a tender stem of a plant using a sharp blade. It should be thin and complete. Place the section on a slide and observe it through the microscope. You can see different types of plant cells. We have learned that the body of animals and plants are made up of cells. Plants and animals have cells that differ in shape, size. The life-sustaining activities take place by the coordination of these സെൽസ്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു അല്ലേ? നിങ്ങൾ കണ്ടെത്തിയതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾ എഴുതൂ. അതേപോലെ തന്നെ വിവിധ തരം പ്ലാന്റ് സെൽസും ഒരേ തരം ഭാഗങ്ങളും കൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കണം. ഇവിടെ നമ്മളെടുത്ത് ഒരു എക്സ്പെരിമെൻറ്റും കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് ഒരു ചെടിയുടെ ഇളം തണ്ടിൽ നിന്ന് കുറുകയുള്ള തൊലി എന്ത് ചെയ്യുക? അടർത്തിയെടുക്കുക. എന്നിട്ട് ഈ തൊലി നേർത്തതാവണം അല്ലേ, അതേപോലെ തന്നെ പൂർണ്ണമുള്ളതും ആവണം. ഇത് സ്ലൈഡിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ ഒരുപാട് വിവിധ തരം പ്ലാന്റ് സെൽസ് എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ പരീക്ഷിക്കാം. ഓക്കെ, we have learned that the body of animals and plants are made up of cells. അല്ലെ, സെൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ബോഡി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചു. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഹാവ് സെൽസ് ദാറ്റ് ഡിഫർ ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. അല്ലെ, ഈ പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും സെൽസ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് അല്ലെ. അതായത്
ഷേപ്പിലും സൈസിലും വ്യത്യാസമുണ്ട്. The life sustaining activities takes place by the coordination of these cells. എന്താണ് ഈ ഒരു സെൽസിൻ്റെ ഒക്കെ കൂട്ടായ്മ കാരണം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നു അല്ലേ. അതായത് നമ്മളുടെ പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാന്റ് സെൽസ് ആയാലും ആനിമൽ സെൽസ് ആയാലും അത് പ്ലാന്റ് ബോഡീൻ്റെ ഇതിലൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്ലാന്റ് സെൽസും അതേപോലെ തന്നെ ആനിമൽ സെൽസും എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട്.